ചെരുപ്പ് ഊരാൻ തുടങ്ങുമായിരുന്നു. ഏഹ് ചെരുപ്പ് ഊരാൻ തുടങ്ങുമായിരുന്നു. അതെന്തിനാ ചെരുപ്പ് പഠിച്ചേ? ഒരു വാഹനത്തിൽ കയറി ഇരുന്നിട്ടേ എടുക്കുന്നതിനും വരെ ഇതുവരെ നമ്മളോണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ ഇന്നത് ചെയ്ത് പഠിക്കണോ, ഇന്നതൊക്കെ ചെയ്തിട്ട് വണ്ടി എടുത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതുവരെ വണ്ടി എടുത്തോണ്ടിരുന്നത്? ആദ്യം കയറിയിരുന്ന സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ സാധാരണ പോലെ ന്യൂട്രലാക്കി ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ചെയ്യാനാ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഇതേ സ്ഥലം ഏതാ? പിന്നെ പത്തനംതിട്ട ജില്ലയിൽ പന്തളം കുരമ്പാല അല്ലേ? അങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. ചെരുപ്പിടാതെ ചെയ്യിപ്പിച്ച്. ഓക്കെ. നിങ്ങൾക്കും ഇതുപോലെ ജംഗ്ഷൻ വരുമ്പോൾ സിഗ്നലുകൾ വരുമ്പോൾ നേരെ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ വാഹനം ബാഗിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വാഹനങ്ങൾ കാണുമ്പോൾ പേടി, സിഗ്നലിൽ കൃത്യമായിട്ട് വാഹനം എടുക്കാൻ അറിയുന്നത്, തിരക്കുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് സാറേ? പന്തളം. ഏതാ ജില്ല? പത്തനംതിട്ട ജില്ല പന്തളം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ? കുരമ്പാല എന്ന സ്ഥലത്താണ് ക്ലാസ്. ഇന്ന് ഇവിടെ നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ കയറിയിരുന്ന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വണ്ടിയെ കയറി എടുക്കണമെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല. അതുപോലെ തന്നെ ചെരുപ്പിട്ട് ഓടിക്കണമെന്ന് വലിയ ആഗ്രഹം, പക്ഷെ ചെരുപ്പിട്ട് ഓടിക്കുമ്പോൾ പേടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ട് നിർത്തിക്കുക. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലോട്ടെ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.